കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികം കാലം തുടർച്ചയായി ആക്ഷേപരഹിതമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് എം.എ. ബേബി. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് 74-75 കാലഘട്ടത്തിലാണ്. അന്ന് അദ്ദേഹം പ്രസിഡൻ്റാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട കാലവുമാണ്. അന്ന് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എല്ലാ കലാലയങ്ങളിലും ഓടി നടന്ന ഒരു സംഘടനാ പ്രവർത്തകനാണ് ബേബി. അത് കേവലം കമ്മിറ്റികളിൽ നിന്ന് കമ്മിറ്റികളിലേക്ക് മാത്രമല്ല, ഞാനടക്കമുള്ള ഡസൻ കണക്കിന് നേതാക്കന്മാരുടെ വീടുകളിൽ ചെന്ന് അവരുമായി ബന്ധം സ്ഥാപിക്കുകയും അവിടെ താമസിക്കുകയും ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ തൻ്റെ വസ്ത്രങ്ങളൊക്കെ സ്വയം കഴുകി ഉണക്കിയിട്ട് മിതമായ ഭക്ഷണം കഴിച്ച് അത്യാവശ്യം ഒരു സിനിമ കണ്ട് നടന്ന ആ ബേബിയെ ഞാൻ അന്നത്തെ പോലെ തന്നെ ഇന്നും ഓർക്കുകയാണ്. അതിനുശേഷം ഞാൻ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം, അദ്ദേഹം അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ട് വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്നൊരു സാഹചര്യമുണ്ടായി. കേരളത്തിലെ സംസ്ഥാന പ്രസിഡൻറ്റും സെക്രട്ടറിയുമായി ഞാൻ പ്രവർത്തിക്കുമ്പോൾ ബേബിയായിരുന്നു പ്രസിഡൻറ്റ്. ചൈനയിൽ അദ്ദേഹത്തോടൊപ്പം വിദേശയാത്ര ചെയ്തിട്ടുണ്ട്. അന്നത്തെ ഒരു ടീം എന്ന് പറയുന്നത് എം.എ. ബേബി, നേപ്പാൾ ദേവ് ഭട്ടാചാര്യ സെക്രട്ടറി, ഒരു വൈസ് പ്രസിഡൻറ്റ് യെച്ചൂരി, ഒരു വൈസ് പ്രസിഡൻറ്റ് സൈഫുദ്ദീൻ ചൗധരി, മറ്റൊരു വൈസ് പ്രസിഡൻറ്റ് സുരേഷ് കുറുപ്പ്, അങ്ങനെയൊക്കെ ആയിരുന്നു ആ ടീമെന്ന് പറയുന്നത്. അതിൽ സൈഫുദ്ദീൻ ചൗധരിയും യെച്ചൂരിയും വി.പി. ഹൗസിൽ തന്നെ ഉണ്ടാകും. സൈഫുദ്ദീൻ ചൗധരി അന്ന് എം.പി. ആയിരുന്നു. വാസ്തവത്തിൽ അന്നത്തെ വി.പി. ഹൗസിലെ എസ്.എഫ്.ഐ. ഓഫീസിൻ്റെ ചുമതല വഹിച്ചിരുന്ന, ബേബി പ്രസിഡൻ്റായിരുന്ന എസ്.എഫ്.ഐയുടെ ഓഫീസിൻ്റെ ചുമതല വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു സീതാറാം യെച്ചൂരി എന്ന് പറഞ്ഞാൽ ഇന്നത് മനസ്സിലാക്കാൻ ആളുകൾക്ക് ഒരുപക്ഷെ ബുദ്ധിമുട്ടുണ്ടായി എന്ന് വരാം. ബേബിയാണെങ്കിൽ ഓഫീസിൽ കേന്ദ്രീകരിക്കുകയല്ല, ഇന്ത്യ മുഴുവൻ ഓടി നടക്കും. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ അക്ഷരാർത്ഥത്തിൽ, ഗുജറാത്ത് മുതൽ ആസാം വരെ, വടക്ക് തെക്കും കിഴക്ക് പടിഞ്ഞാറുമായിട്ട് അദ്ദേഹം ഓടുന്നത് ട്രെയിനിലാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ചുവന്ന പെട്ടിയാണ്, ഒരു VIP പെട്ടി. അതിലെല്ലാ സംഗതികളും ഉണ്ട്. വസ്ത്രങ്ങൾ കഴുകി ഉണക്കാനുള്ള അഴ പോലും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. സോപ്പ് പൊടിയും എല്ലാമായി, കുറച്ച് വസ്ത്രങ്ങളുമായി, ഒരു തോൾസഞ്ചിയും കൊണ്ട് സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ, അതും ഫസ്റ്റ് ക്ലാസ്സിലല്ല, ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത മറ്റൊരു വിദ്യാർത്ഥി നേതാവ് കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. വളരെ സരസനും അതുപോലെ തന്നെ വലിയ വായനക്കാരനാണ് ബേബി. കാര്യങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും ഒരു പ്രത്യേക തരത്തിലാണ് അതൊക്കെ അവതരിപ്പിക്കുക എങ്കിൽ പോലും ആഴത്തിലുള്ള അറിവും അതുപോലെ തന്നെ അത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയും ബേബിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ സഹോദരൻ M.A. ജോൺസൺ, അദ്ദേഹത്തിൻ്റെ ഭാര്യ കമലയെടുത്തി മരിച്ചുപോയി. അതുപോലെ തന്നെ ബേബി പിന്നീട് വിവാഹം ചെയ്ത ബെറ്റി ലൂയിസ് ഞങ്ങളുടെ എല്ലാം സഹപ്രവർത്തക ആയിരുന്നു. അവരുടെ കുടുംബം, ലൂയിസ് സാറിൻ്റെ കുടുംബം, ബേബിയുടെ സഹോദരന്മാർ, 2 സഹോദരന്മാർ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരെല്ലാമായിട്ട് എനിക്ക് ബന്ധമുള്ളതുപോലെ തന്നെ എൻ്റെ എല്ലാ കുടുംബാംഗങ്ങളുമായിട്ടും ബേബിക്കും വളരെ അടുത്ത ഒരു ബന്ധുവിനെ പോലെ സൗഹൃദമുണ്ടായിരുന്നു.